വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന പാർട്സ് ജനറ്റിക്സിൽ വരുന്ന ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് എടുക്കുന്നത്. ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും യൂണിവേഴ്സിറ്റി ലെവൽ എക്സാമിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ലിങ്കേജ്. അപ്പോൾ എന്താണ് ലിങ്കേജ് എന്ന് നോക്കാം. ഇത് നമ്മൾ ഈ ഒരു മെൻഡൽസിന്റെ തിയറി ആയിട്ട് കോൺട്രാഡിക്റ്റ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. മെൻഡൽസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറീസ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം എന്താണ് ലിങ്കേജ് എന്ന് നോക്കാം. അപ്പൊ അതിനു മുന്നേ നമ്മൾ മെൻഡൽസിന്റെ ലോയിൽ പഠിച്ചത് ജീൻസ് ഇപ്പൊ ഡിഫറെന്റ് ക്രോമസോംസിലാണ്, 2 ഡിഫറെന്റ് ക്രോമസോംസിലാണ് ജീൻസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത്തരം ജീൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും ഇൻഹെറിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ജീൻസ് രണ്ടോ അതിൽ കൂടുതലോ ജീൻസ് സെയിം ക്രോമസോമിൽ തന്നെയാണ് പ്രസന്റ് ആയതെങ്കിൽ അവ ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യില്ല, മറിച്ച് അവർ ടുഗദർ ആണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അവ ലിങ്ക്ഡ് ജീൻസ് ആണ്. ഓക്കെ, സെയിം ക്രോമസോമിൽ തന്നെയാണെങ്കിൽ അവ ലിങ്ക്ഡ് ജീൻസ് ആണ്, അവ ഒരുമിച്ചാണ് അസോർട്ട് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ലിങ്കേജ് എന്നുള്ള ടേംസിന്റെ അണ്ടറിൽ പറയുന്നത്. അപ്പം ഈ ഒരു സെയിം ക്രോമസോംസിലാണെങ്കിൽ ലിങ്കേജ് ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ കിട്ടുന്ന റേഷ്യോ F1 F2 ജനറേഷനിൽ കിട്ടുന്ന റേഷ്യോ 9:3:3:1 റേഷ്യോ ആയിരിക്കില്ല. അപ്പൊ ഈ ഒരു ലിങ്ക്ഡ് ജീൻ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കംപ്ലീറ്റ് ലിങ്കേജ് ആയിരിക്കും, അതായത് അവിടെ ലിങ്ക്ഡ് ജീൻ എന്ന് പറയുമ്പോൾ ക്രോസിംഗ് ഓവർ നടക്കില്ല, നേരെ ആ ഒരു പാരന്റൽ ആയിട്ടുള്ള ക്യാരക്ടർ അതേപോലെ ഇൻഹെറിറ്റ് ചെയ്യും, ഓൾവേസ് ഇൻഹെറിറ്റഡ് ടുഗദർ. ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ പാർഷ്യൽ ലിങ്കേജ് എന്ന് പറയുമ്പോൾ ക്രോസിംഗ് ഓവർ നടന്നിട്ട് റീകോമ്പിനന്റ് ആയിട്ടുള്ള ടൈപ്പ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു റീകോമ്പിനന്റ് ആയിട്ടുള്ള ടൈപ്പിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത്രയാണ് മെയിൻ ആയിട്ട് എന്താണ് ലിങ്കേജ് എന്നുള്ളതിന് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ് ക്രോസിംഗ് ഓവർ എന്നുള്ള ഒരു പിക്ചർ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 പാരന്റൽ ക്രോമസോംസ് ഉണ്ട്. ആ പാരന്റൽ ക്രോമസോംസിന്റെ ജീന് നമ്മൾ ഈ ഒരു മിയോസിസിലെ പ്രോഫേസിന്റെ ആ ഒരു സ്റ്റേജിൽ വരുമ്പോൾ അവ തമ്മിൽ ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട് അല്ലെ. ഹോമോലോഗസ് ക്രോമസോംസ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് റീകോമ്പിനന്റ് ആയിട്ടുള്ള, അതായത് പാരന്റ് അല്ലാത്ത അവയുടെ ഫ്യൂസ്ഡ് ആയിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള 2 ടൈപ്സ് കിട്ടുന്നത്. അപ്പൊ ഇതാണ് ക്രോസിംഗ് ഓവർ. ഇനി എന്താണ് ലിങ്കേജും ക്രോസിംഗ് ഓവറും എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതില് ഞാൻ ഡ്രോസോഫില എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഫ്ലൈയുടെ എക്സാമ്പിൾ ആണ് എടുത്തത്. നമ്മൾ 2 ക്യാരക്ടേഴ്സ് ആണ് എടുക്കുന്നത് കേട്ടോ. ഒന്ന് വിങ്ങിന്റെ ഷേപ്പ് ആണ്. വിങ്ങിന്റെ ഷേപ്പ് നമ്മൾ വെസ്റ്റീജിയൽ ആയിട്ടുള്ള വിങ്ങിന്റെ ഷേപ്പ് ആണ് എടുക്കുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് VG എന്ന് പറയുന്ന ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് ഐ കളർ ആണ്, അത് വൈറ്റ് ആയിട്ടുള്ള ഐ കളർ W. അപ്പം ഈ 2 ക്യാരക്ടർ വെച്ചിട്ടാണ് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എക്സാമ്പിളോട്ട് നോക്കാം. അതിനു മുന്നേ ഈ ലിങ്കേജ് എന്നുള്ള കോൺസെപ്റ്റ് കണ്ടുപിടിച്ചത് TH മോർഗൻ എന്നുള്ള സയന്റിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹം പറയുന്നത് നമുക്ക് ഈ ഒരു ലിങ്കേജ് നടന്നിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന റേഷ്യോ പാരന്റൽ ആയിട്ടുള്ള ഓസ്പ്രിങ്ങിന്റെയും റീകോമനന്റ് ആയിട്ടുള്ള ഓസ്പ്രിങ്ങും 50-50 റേഷ്യോയിലാണ് കിട്ടുന്നത് എന്നാണ്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം 2 പാരന്റ് എടുത്തു കേട്ടോ. ഒന്നാമത്തെ പാരന്റ് വൈൽഡ് ടൈപ്പ് ആണ്. ഫീമെയിൽ പാരന്റ് എന്ന് പറയുന്നത് വൈൽഡ് ടൈപ്പ് അല്ലെങ്കിൽ നോർമൽ ടൈപ്പ് ആയിട്ടുള്ള ഡ്രോസോഫിലി ആണ്. രണ്ടാമത്തേത് ഒരു മ്യൂട്ടന്റ് ആയിട്ടുള്ള ടൈപ്പ് ഉള്ള ഡ്രോസോഫിലി ആണ്. വൈൽഡ് ടൈപ്പ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് VG+W+ ആണ്, വെസ്റ്റീജിയൽ വൈറ്റ് എന്ന് പറയുന്നത്. ഇനി മ്യൂട്ടന്റ് ആയിട്ടുള്ള വെറൈറ്റി VGW എന്നുള്ളതാണെന്ന് നമ്മൾ വിചാരിക്കാം. നമ്മൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഒന്നാമത്തെ കാര്യം, ഈ വൈൽഡ് ടൈപ്പും മ്യൂട്ടന്റ് ടൈപ്പിന്റെ അകത്തും ഈ 2 ക്യാരക്ടറും 2 ജീൻസും പ്രസന്റ് ആയിട്ടുള്ളത് സെയിം ക്രോമസോമിലാണ്, X ക്രോമസോമിലാണ് ഈ 2 ക്യാരക്ടേഴ്സും 2 ഡ്രോസോഫിലയിലും പ്രസന്റ് ആയിട്ടുള്ളത്. സോ ഈ ഒരു ജീൻസ് എന്ന് പറയുന്നത് ലിങ്ക്ഡ് ജീൻസ് ആണ്. ഈ ലിങ്ക്ഡ് ജീൻസ് എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്, അതിന്റെ ആ ഒരു ക്രോസിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു വൈൽഡ് ടൈപ്പും മ്യൂട്ടന്റ് ടൈപ്പും തമ്മിൽ ക്രോസ് ചെയ്യാണ്. അപ്പൊ ക്രോസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, സാധാരണ ആ ഒരു പ്രോസസ്സിൽ ഡ്യൂപ്ലിക്കേഷൻ നടക്കും അല്ലെ. ഡ്യൂപ്ലിക്കേഷൻ നടന്നിട്ട് ഈ ഒരു വൈൽഡ് ടൈപ്പിന് ഡ്യൂപ്ലിക്കേഷൻ നടന്ന് അതിന്റെ സെയിം ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടാകുന്നു. മ്യൂട്ടന്റ് ടൈപ്പിനും ഡ്യൂപ്ലിക്കേഷൻ നടന്ന് സെയിം കോപ്പി ഉണ്ടായി. അതാണ് ആ ഒരു സ്റ്റേജ്. കാരണം ആ ഒരു ഒന്നാമത്തെ സ്റ്റേജിൽ 2 പാരന്റൽ ടൈപ്പിനും ഡ്യൂപ്ലിക്കേഷൻ നടന്നു, സെയിം കോപ്പി ഉണ്ടായതിനു ശേഷം അടുത്ത സ്റ്റേജ് നമ്മളുടെ ഈ ഒരു പ്രോഫേസ് എന്ന് പറയുന്ന സ്റ്റേജിൽ എന്ത് ചെയ്യും, 2 ആൾക്കാരും അടുത്തടുത്ത് വരും.
രണ്ടുപേരും അടുത്തടുത്ത് വന്നിട്ട് അവിടെ ക്രോസിംഗ് ഓവർ നടക്കണല്ലോ. അപ്പൊ ഈ ഒരു ക്രോസിംഗ് ഓവർ നടക്കുമ്പോഴാണ് അവിടെ ക്യാരക്ടേഴ്സിന്റെ ചേഞ്ച് വരുന്നത്. ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ സ്വൈപ്പ് ഔട്ട് നടക്കുന്നതെന്ന് വെച്ചാൽ ഇതില് ഒന്നാമത്തെ ക്രോമസോമിലുള്ള ഈ ഒരു ജീന് എന്ന് പറയുന്നത് ഇതുമായിട്ടും റീകോമ്പിനേഷൻ നടത്തും. ദെൻ നേരെ തിരിച്ച് ഇങ്ങോട്ടേക്കും റീകോമ്പിനേഷൻ നടക്കും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവില്ലേ ഒന്നും കൂടി? ഓക്കെ, സോ ഈ ഒരു ജീന് ഇങ്ങോട്ടേക്കും രണ്ടാമത്തെ ജീന് ഇങ്ങോട്ടേക്കും ക്രോസ് ആയിട്ടായിരിക്കും അവിടെ ജീനിന്റെ റീകോമ്പിനേഷൻ നടക്കുന്നത്. അങ്ങനെ റീകോമ്പിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ടൈപ്സ് ഇതൊക്കെ ആയിരിക്കും. ഒന്നാമത്തത് എന്താ ഉണ്ടാകുക? വൈൽഡ് ടൈപ്പ് പാരന്റിന്റെ അതേ ക്യാരക്ടർ തന്നെ ഉണ്ടാകും. ദെൻ മ്യൂട്ടന്റിന്റെ അതേ ക്യാരക്ടർ തന്നെ ഫോം ചെയ്യും. ദെൻ രണ്ട് റീകോമ്പിനന്റ് ടൈപ്പും ഫോം ചെയ്യും. റീകോമ്പിനന്റ് ടൈപ്പ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇവിടെ VG+W അല്ലെ, ഈ ഒരു VG+ ഈ മ്യൂട്ടന്റ് ആയിട്ടുള്ള W ആയിട്ട് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ അതായത് ക്രോസിംഗ് ഓവർ നടന്നിട്ട് VG+W എന്നുള്ള ടൈപ്പ് ഉണ്ടായിരിക്കും. മ്യൂട്ടന്റ് ആയിട്ടുള്ളതും വൈൽഡ് ടൈപ്പിന്റെ വെസ്റ്റീജിയലും മ്യൂട്ടന്റ് ആയിട്ടുള്ള ഐ കളറുമുള്ള വെറൈറ്റി കിട്ടുന്നു. നേരെ തിരിച്ച് മ്യൂട്ടന്റ് ആയിട്ടുള്ള വിങ് ഷേപ്പ് ഉള്ളതും ദെൻ വൈൽഡ് നോർമൽ ആയിട്ടുള്ള ഐ കളറുമുള്ള ഒരു ഡ്രോസോഫിലയും കിട്ടുന്നു. ഇതാണ് രണ്ട് ഓസ്പ്രിങ്സ് കിട്ടുന്നത്. അതിന്റെ കാരണം ഈ ഒരു പ്രോസസ്സിൽ നടക്കുന്ന ക്രോസിംഗ് ഓവർ കൊണ്ടാണ്. സോ ഇവ ലിങ്ക്ഡ് ജീൻസ് ആയതുകൊണ്ട് തന്നെ പാരന്റിന്റെ ആ ഒരു ലിങ്ക്ഡ് ജീൻസ് ടുഗദർ അതേപോലെ തന്നെ ഒരുമിച്ചിട്ടായിരിക്കും പാരന്റിൽ വരുന്നത്. ദെൻ ഇൻകംപ്ലീറ്റ് ആകുന്ന കേസിൽ, ലിങ്കേജ് ഇൻകംപ്ലീറ്റ് ആകുന്ന കേസിൽ റീകോമ്പിനന്റ് ടൈപ്പിനെയും കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ റേഷ്യോ നോക്കിയാട്ടെ. ഓൾറെഡി 4 ഓസ്പ്രിങ്സ് ആണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ. 4 ഓസ്പ്രിങ്സ് ഉണ്ടായിട്ടുള്ളതിൽ 2 പാരന്റൽ ടൈപ്പും ആണ്. 2 സെയിം പാരന്റൽ ടൈപ്പും 2 റീകോമ്പിനന്റും ആണ്. സോ അവിടെ ഉണ്ടാകുന്ന റീകോമ്പിനന്റ് വേഴ്സസ് പാരന്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 50% ആണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റീകോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് ലിങ്ക്ഡ് ജീൻസ് ആണെങ്കിൽ അവ ഒരുമിച്ചിട്ട് ടുഗദർ ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് 2 സെയിം പാരന്റ് തന്നെ നമുക്ക് കിട്ടിയത്. ലിങ്ക്ഡ് ജീൻസ് റീകോമ്പിനേഷൻ നടക്കുന്നുണ്ടെങ്കിൽ റീകോമ്പിനന്റ് ആയിട്ടുള്ള ടൈപ്പും കിട്ടുന്നു. ഇതാണ് ലിങ്കേജ് എന്നുള്ള കോൺസെപ്റ്റ്. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.